ഇന്ന് നമ്മൾ പന്തിന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. പന്ത് അത് കഴിക്കല്ലോ കേട്ടോ. നമ്മൾ ഇല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് നമ്മൾ നേർപകുതിയാക്കണം കേട്ടോ. നേർപകുതിയാക്കും. ഓക്കെ. സാധാരണ നമ്മളിത് വെള്ളത്തിലിട്ട് പുഴുങ്ങി ക്യാരറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടറ്റോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്താണ് ഉണ്ടാക്കാറ്. പക്ഷെ അത് വെള്ളത്തിൻ്റെ ചുവ പിന്നെ മഞ്ഞപ്പൊടി ഇടും, ഉപ്പിടാതെ. ഉപ്പിട്ടാൽ പിന്നെ രോമം കൊഴിഞ്ഞു പോകുമല്ലോ. പക്ഷെ അത് ഈ വെള്ളത്തിൻ്റെ മഞ്ഞളിൻ്റെ ചുവക്ക് കൂടി അവൻ കഴിക്കാറില്ല. അപ്പോഴാണ് പുതിയൊരു ഐഡിയ ഉള്ളത്. അതാണിപ്പോൾ നമുക്കൊന്ന് നോക്കാം. തലപ്പീസ് നമ്മളിത് എടുക്കുകയാണ്. ഒരു ദിവസം അവന് രാവിലെ പകുതി പീസേ കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ള പകുതി നന്നായിട്ട് പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ് കണ്ടെയ്നറിൽ വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെച്ചു. അപ്പോൾ കേടാകാതെ ഇരുന്നു. ഓക്കെ. എന്നിട്ട് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകാം. പീസൊക്കെ ആയാലും നമ്മൾ പയ്യെ എയർ ഫ്രയറിൽ വെക്കുന്ന ഒരു പേപ്പറിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിരിക്കണേ. 6 മുതൽ 7, 5, 6 മിനിറ്റ്, 10 മിനിറ്റ് തികച്ച് വേണ്ട, ഒരുപാട് ഡ്രൈ ആയി പോകും. 6, 7 മിനിറ്റ് എയർ ഫ്രയറിൽ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. ഈ അയില നമ്മൾ എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് യൂസ് ചെയ്യുന്നു. സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പോൾ എയർ ഫ്രയർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്യൂണ, ചാള, അങ്ങനെ എന്തും, ചാളയൊക്കെ ആണെങ്കിൽ ഒരു 100 ഗ്രാമിൽ താഴെ മതി ഒരു നേരത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മൾ മറ്റേ മ്യാവോ അല്ലെങ്കിൽ മറ്റേ വിസ്കാസിൻ്റെ ഒക്കെ പിന്നെ ഗ്രേവി ഫുഡാണ് ഇവന് കൊടുക്കാറ്. അതിനൊരു പാക്കറ്റിന് 45 രൂപ വരും. രാവിലെ ഹാഫ് പാക്കറ്റ് പ്ലസ് ഡ്രൈ ഫുഡ് കൂടി വിസ്കാസിൻ്റെ ഒക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇതിന് വൈറ്റമിൻ ഡ്രോപ്സ് തൊട്ടാണ് ഇതിന് ഫുഡ് കൊടുക്കാറ്. പക്ഷേ മീനിൽ നമ്മൾ വൈറ്റമിൻ ഡ്രോപ്സ് ചേർക്കാറില്ല. കാരണം അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് മാറുന്നതുകൊണ്ടാണ് വൈറ്റമിൻ ഡ്രോപ്സ് ചേർക്കാത്തത്. 5-10 രൂപയുടെ ചാള ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാതെ പ്ലേറ്റ് നല്ല തുടച്ച് കഴുകിയ പോലെ നീറ്റാക്കി. ഇതിൽ അത്രയ്ക്ക് ഫേവറേറ്റ് ഫുഡാണ് അവന് എയർ ഫ്രയറിൽ വെച്ച് ശരിയാക്കിയ ഈ മീനുകൾ കേട്ടോ. വെന്ത മീൻ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി കേട്ടോ. അല്ലെങ്കിൽ അവനെന്ന് വെച്ചാൽ കഷ്ണം മൊത്തത്തിൽ നിലത്തേക്ക് വലിച്ചിടും. അപ്പം നിലത്തൊക്കെ സ്മെല്ലാവും ഫ്ലോറിലൊക്കെ. പിന്നെ പാത്രം മുഴുവൻ കാര്യമാക്കിയിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്ന കുറച്ച് തരികളുണ്ടല്ലോ, അത് ഇത്ര കഴിയുമ്പോൾ അതുകൂടി വന്ന് വെട്ടിപ്പാക്കി പാത്രം നല്ല ക്ലീൻ ആക്കും. അതിപ്പോൾ നാവൊക്കെ തുടച്ച് അതിൽ മുഴുവൻ അടിച്ചതിൻ്റെ ചുണ്ടും നാവൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് പന്തിൻ്റെ.